ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന RSS എല്ലാ മേഖലയിലും ഇടപെടാൻ അനേകം നീരാളിക്കൈകൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് പോലെ രാഷ്ട്രീയ മേഖലയിൽ ഇടപെടാൻ ഉണ്ടാക്കിയ സംഘടനയാണ്, പാർട്ടിയാണ് BJP. അതാണ് പ്രത്യേകത. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന, എന്ന് വെച്ചാൽ മറ്റാരുടെയും നിയന്ത്രണത്തിലല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയല്ല, RSSന്റെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. RSS ആണ് തീരുമാനിക്കുക BJPയുടെ നേതൃത്വം ആരായിരിക്കണം എന്ന്. ഓരോ തലങ്ങളിലുമുള്ള നേതൃത്വത്തെ തീരുമാനിക്കുക RSS ആണ്. RSSന്റെ ലക്ഷ്യം ഇന്ത്യയെ മതരാഷ്ട്രമാക്കലാണ്. ഏതുപോലെ താലിബാൻ അഫ്ഗാനിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയതുപോലെ, ജിന്നയുടെ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയതുപോലെ, അതുപോലെ മറ്റനേകം രാഷ്ട്രങ്ങൾ മതരാഷ്ട്രങ്ങളായി മാറിയതുപോലെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ് RSS. അപ്പൊ RSSന്റെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയായ BJP ഭരണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? RSS ഭരണം നിയന്ത്രിക്കുക എന്നാണ്. RSS ഇന്ത്യയുടെ ഭരണകൂടത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ഭരണകൂടത്തെ ആകെ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. കഴിഞ്ഞ 12 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഭരണകൂടത്തെ ഉപയോഗിച്ച് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്ന പ്രക്രിയ ഏറെക്കുറെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്നല്ല, അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.